In the picture, the sides of the large triangle are tangent to the circumcircle of the small triangle through its vertices. Calculate the angle of the large triangle. ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് ത്രികോണത്തിന്റെ വശങ്ങൾ. വലിയ ത്രികോണത്തിന്റെ കോണുകൾ കണക്കാക്കുക. നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ ആ ആംഗിൾ തന്നെയായിരിക്കും ആ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അപ്പൊ ഇവിടെ 80 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 80. ഓക്കെ, ഇനി ഇവിടെ 80 8 16 അല്ലെ, 160 ആയി. ബാക്കി ഇനി എത്രയുണ്ട്? ഇതിങ്ങനെ ഒരു ത്രികോണമാണല്ലോ ഇവിടെ, അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിയില്ല നമുക്ക്, ഇങ്ങനെ ഒരു ത്രികോണം കിട്ടുമല്ലോ അല്ലെ. അപ്പൊ ഇവിടെ 80 ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ 160ഉം 20ഉം. ഓക്കെ, ഇനി ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ കോഡ് ഉണ്ടാക്കണം. ഞാനിപ്പോ ഈ വരച്ച ഈ കോഡിനല്ല, 2 വരെ വരച്ച ആ കോഡാണ് സർക്കിളിൽ 60 ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60 എത്രയായി? 120 ആയി. അപ്പൊ ഇവിടെ എന്താവും? 60. ഇനി 60ഉം 20ഉം എത്രയായി? 80 ആയി അല്ലെ. ഇനി 180 ഈ 60 20ഉം കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിളും കിട്ടൂലേ? എത്ര കിട്ടും? 100 കിട്ടും അല്ലെ. അപ്പോഴല്ലേ 180 ആവും, പുറത്തുള്ള ഒരു ത്രികോണാണല്ലോ. അപ്പൊ ഇവിടെ എത്രയാവും? 100 ആവും. അപ്പൊ 60 20ഉം 80 ആയി, 80ഉം 100ഉം 180. ഓക്കെ ആണല്ലോ. സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളും കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ. കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളും ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ 80 ആയതുകൊണ്ട് 80. പിന്നെ ത്രികോണത്തിന്റെ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 20 കിട്ടും. ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണുകൾ 60 ആയിരിക്കും. പിന്നെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രയാംഗിൾ വെച്ചിട്ട് 180 കിട്ടണം. അപ്പൊ ഇവിടെ 60. പിന്നെ 60 20 80 ആയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 100 ആവും. ഓക്കെ, ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 100 ഡിഗ്രി.